വെൽക്കം ഓൾ ഓഫ് യു ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഐറിഷ് ഡയറി. ഇത്തവണത്തെ വീക്കെൻഡ് ആക്ടിവിറ്റി ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് വാട്ടർഫോർഡിലുള്ള ഖൂം ഷിങ് നോൺ ലേക്കാണ്. കേട്ടാൽ ചൈനീസ് പോലെ തോന്നുമെങ്കിലും ഇതൊരു ഐറിഷ് വേർഡാണ്. അയർലൻഡിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ വേർഡ്സിൻ്റെയും പ്രൊനൗൺസിയേഷനും സ്പെല്ലിങ്ങും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഐറിഷുകാർക്ക് തന്നെ ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് വലിയ പിടുത്തമില്ല. ഇതുവരെ പറഞ്ഞതനുസരിച്ച് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഖൂം ഷിങ് നോൺ എന്നാണ്. നിങ്ങൾക്ക് ഈ പിക്ചേഴ്സും ഇതിൻ്റെ ആ ഒരു വ്യൂസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഹൈക്ക് തുടങ്ങാം. ബാക്കിയുള്ള മൗണ്ടൻ വാക്ക് പോലെ തന്നെ ഈ വാക്കിംഗ് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്രഡീഷണൽ രീതി തന്നെയാണ്. ആദ്യം കാറ് പാർക്ക് ചെയ്യുന്നു, അവിടുന്ന് ഒരു വുഡി ഏരിയ, പിന്നെ ഒരു ഫോറസ്റ്റ് വാക്ക്. ആകെയുള്ളൊരു ഡിഫറൻസ് ഇവിടെ ഒരു ഫെൻസ് ഉണ്ട്, ഒരു ബോർഡർ പോലെ. അത് കയറി ഇറങ്ങിയാൽ അവിടെ വെച്ച് പ്രോപ്പർ ഹൈക്ക് തുടങ്ങും. ഇവിടെ വെച്ച് നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. ഞാനെടുത്തത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ആൻറ്റി ക്ലോക്ക് വൈസിൽ കുറച്ചും കൂടെ കൂടുതൽ വലിയ റോക്സ് ഉള്ള കാരണം ക്ലൈംബിംഗ് ഡൗൺ ആയിരിക്കും ബെറ്റർ. നല്ലൊരു വ്യൂ കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ നിൽക്കുവാൻ തോന്നുമെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ ഞാൻ എൻ്റെ ഹാർട്ട് റേറ്റ് നോർമലാക്കാൻ നിൽക്കുമായിരുന്നു. അധികം മൗണ്ടെയിൻസ് കയറിയിട്ടില്ലെങ്കിലും ഞാൻ ഇന്നേ വരെ കയറിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹാർഡസ്റ്റ് ഉണ്ടായിരുന്നു ഇത്. ത്രൂ ഔട്ട് നല്ല സ്റ്റീപ്പ് വാക്കായിരുന്നു. കൂട്ടത്തിൽ റോക്ക് ക്ലൈംബിംഗ് ഏരിയാസും നല്ലപോലെയുണ്ട്. സോ അതുകൊണ്ട് അത്യാവശ്യം ഫിറ്റ്നസ് നന്നായിരിക്കും. ഇടയ്ക്ക് ചെറുതായിട്ട് മഴ പെയ്തെങ്കിലും വലിയ ബോറില്ലാത്ത വെതറായിരുന്നു. എങ്ങാനും നല്ല രീതിയിൽ മഴ പെയ്താൽ നിൽക്കാൻ ഒരു ഷെൽട്ടർ പോലും ഇല്ലാത്തതുകൊണ്ട് വരുന്നതിന് മുമ്പേ വെതർ നോക്കിയിട്ട് വരുന്നതായിരിക്കും ഉത്തമം. ആവശ്യത്തിനും അനാവശ്യത്തിനും ഷൂ വാങ്ങിക്കുന്ന ഞാൻ ഒരു കാഷ്വൽ ഷൂ ഇട്ടിട്ടാണ് ഇതിന് നടക്കാൻ വന്നത്. നല്ല ഗ്രിപ്പുള്ള ഒരു ഹൈക്കിംഗ് ഫുട്വെയർ ആണെങ്കിൽ ഈ ഒരു സ്ലിപ്പറി കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ആ ഒരു റോക്ക് ക്ലൈംബിങ്ങിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. 3.5 കിലോമീറ്റർ ഹൈക്ക് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആ ലേക്ക് കാണാൻ പറ്റും. അവിടെ കൊമേറ മൗണ്ടെയിൻസിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ ലേക്ക് ഐസ് ഏജ് ടൈമിൽ ഗ്ലേഷ്യർ മൂവ്മെൻറ്റ് വഴി ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. നല്ല തണുപ്പായിരുന്നിട്ട് കൂടി ആ വെള്ളത്തിലും ആൾക്കാർ സ്വിം ചെയ്യുന്നുണ്ടായിരുന്നു. ചുറ്റും കാണുന്ന കൊമേറ മൗണ്ടെയിൻസിലെ ഹയസ്റ്റ് പീക്കിൻ്റെ ഹൈറ്റ് 2600 ഫീറ്റാണ്. അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ആ കാണുന്ന മല കയറ്റമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. സുഭിക്ഷമായി കാണുന്ന ഈ പുല്ല് തിന്നാനാണെങ്കിൽ പോലും ചെമ്മരിയാട് ഞങ്ങളുടെ കൂടെ ഹൈക്കിങ്ങിന് മുകളിലോട്ട് കയറി. ഇവർക്കൊന്നും കിതയ്ക്കുന്നില്ലാവോ? ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടുമ്പം ഞാൻ പിന്നെയും ബ്രേക്ക് എടുത്തു. ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഫോറസ്റ്റ് ഏരിയയിൽ നിന്നാണ് നമ്മൾ മുകളിലോട്ട് കയറി തുടങ്ങിയത്. അങ്ങനെ ഒരു കറക്റ്റ് പാത്ത് ഈ ഒരു വാക്കിംഗ് ട്രയലിൽ ഉണ്ടായിരുന്നില്ല. റോക്ക് ക്ലൈംബിങ്ങും അൺഈവൻ സർഫസും ഭയങ്കര കോമൺ ആയിരുന്നു ഇതിൽ. എല്ലാവരും അവനവന് തോന്നുന്ന വഴിയെ കയറുക, തോന്നുന്ന വഴിയെ ഇറങ്ങുക. അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള റോക്ക് ക്ലൈംബിംഗ് ആയിരുന്നു. ഇറങ്ങി വരുന്നവരുടെ മിക്കവരുടെയും കാലിൽ നമുക്ക് ബാൻഡേഡ് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് കാണാമായിരുന്നു. മേളിലെത്തിയതും നല്ല വ്യൂ ആയിരുന്നു, അതുപോലെ എക്സ്ട്രീം കാറ്റും. എല്ലാ എഡ്ജിലും പോയി നിന്നാണ് ഞാൻ ഈ വീഡിയോസ് എടുത്തത്. ഒരു ഫെദർ ലൈറ്റ് പേഴ്സൺ അല്ലാത്തതിൻ്റെ ഒരു ഗുണം മനസ്സിലായത് അപ്പോഴാണ്. ഹൈറ്റ്സ് പേടിയുള്ളവർക്കൊരു ചലഞ്ചിങ് ആയിരിക്കും ഈ വാക്ക്. അറൗണ്ട് 5.5 കിലോമീറ്റേഴ്സ് അപ്പോഴേക്കും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സമയം കുറച്ചുകൂടെ ബാക്കിയുള്ളതുകൊണ്ട് ആ കാണുന്ന മൗണ്ടനും കൂടെ കയറാൻ തീരുമാനിച്ചു. മുകളിലോട്ട് പോകുന്നതോറും കാറ്റിൻ്റെ ശക്തിയും കൂടി വന്നു. അങ്ങനെ ആ മൗണ്ടനും കയറി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കയറിയതിലെ ഹയസ്റ്റ് പീക്ക് എത്തി. ടിൽ ദിസ് പോയിന്റ് വി കവേർഡ് 7 കിലോമീറ്റർ. അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ താഴെ കണ്ട ആ ലേക്ക് ഭയങ്കര ചെറുതായിട്ടാണ് തോന്നുക. ക്യാമറ കണ്ണുകളിൽ പകർത്താൻ പറ്റുന്നതിനേക്കാളും 100 ഇരട്ടി ഭംഗിയായിരുന്നു അവിടെ ഞാൻ നേരിട്ട് കണ്ടതിന്. അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാതെ ആ ഒരു മഴമേഘം അപ്പുറത്തെ മൗണ്ടെയിൻസിനെ കവർ ചെയ്തപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഒന്നാമത് സ്ലിപ്പറി റോക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ കുറച്ച് പാടായിരിക്കും. രണ്ടാമത് ആ ഒരു ഫോഗ് ഇറങ്ങി നമുക്ക് വഴി കാണാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചധികം ഡേഞ്ചറസ് ആവും. കയറിപ്പോയ വഴിയെല്ലാം ഇറങ്ങിയെന്ന് ഞാൻ ഈ ഒരു ചെറിയ ലേക്ക് കണ്ടപ്പോഴാണ് മനസ്സിലായത്. കാരണം പോയപ്പോൾ ഞാൻ ഈ ലേക്ക് കണ്ടില്ലായിരുന്നു. ആഫ്റ്റർനൂൺ 2 o'clock ഞങ്ങൾ കാർ പാർക്ക് ചെയ്യുന്ന ഈ വാക്ക് സ്റ്റാർട്ട് ചെയ്തത്. അറൗണ്ട് 7 ആയപ്പോഴേക്കും ഞങ്ങൾ വാക്ക് ഫിനിഷ് ചെയ്ത് തിരിച്ചവിടെ എത്തി. ഓൾ ടുഗെദർ വി ഡിഡ് 13 കിലോമീറ്റർ. ഈ വാക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരോട് എനിക്ക് കുറച്ച് സജഷൻ ഉണ്ട്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഡെഫിനറ്റ്ലി ചെക്ക് ദ വെദർ. Suitable hiking footwear is highly recommended because it's very slippery. Carry some water and a medical kit in case of emergency
ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഡു ഇറ്റ് ഇൻ യുവർ ഓൺ പേസ്. ആരും ധൃതി പിടിക്കേണ്ട. സ്റ്റേ സെൻസിബിൾ ആൻഡ് ബി സേഫ്. വലിയ കേടുപാടൊന്നും ഇല്ലാണ്ട് ഞങ്ങളെല്ലാവരും സേഫായിട്ട് തിരിച്ച് കാർ പാർക്കിലെത്തി. അവിടെ കാണുന്ന ബെഞ്ചിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങളുടെ സ്ഥലമായ ഡബ്ലിനിലേക്ക്, വിച്ച് ഇസ് അറൌണ്ട് 200 കിലോമീറ്റർ അവേ, ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. I really hope you guys enjoyed this lovely place. If you did, give me a thumbs up. See you guys in my next videos. Stay safe. Bye.